ഇന്നൊരു മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ പാലൊന്ന് തിളപ്പിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1 കപ്പ് മൈദാമാവ്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് പാൽപ്പൊടി, 1 നുള്ളുപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മാവ് നല്ല രീതിയിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ മാവെടുത്ത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പോളം പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇതിൽ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ കേക്കിൽ പാലിലൊക്കെ നല്ല മധുരം ചേർത്തതുകൊണ്ട് കേക്കിൽ കുറച്ച് മധുരം ചേർത്താൽ മതിയെ. 3 മുട്ട എടുത്തിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല വൈറ്റ് കളറാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഓവനിലൊന്നുമല്ല, അടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ മാവെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ആ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കേക്ക് നല്ല രീതിയിലൊന്ന് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ടാവുകയെ. അപ്പം കേക്കൊക്കെ നല്ല രീതിയിലൊന്ന് തണുത്തതിന് ശേഷം അതിനെ 2 പാത്രത്തിലോട്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് പീസാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തത്. അത് 2 മോൾഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന ആ മിൽക്കും കൂടി എടുത്ത് അതിലോട്ട് നല്ല രീതിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ആ സിറപ്പിൽ നല്ല രീതിയിലൊന്ന് മുങ്ങിയിരിക്കണം. കേക്കിൽ ആ മിൽക്കിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ കേക്കൊന്ന് മുക്കി വയ്ക്കാമേ. അതിലേക്ക് കുറച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതൊന്ന് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കേക്കൊന്ന് തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പാലിൽ വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. കാരണം മിൽക്ക് മെയ്ഡിൻ്റെയും നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല പാലിൽ കേട്ടോ. കേക്കിൽ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പാലിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ആ ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ ടേസ്റ്റ് കേക്കിൽ നല്ല രീതിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും